ഹായ്, എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ആഹാ, എൻ്റെ ക്രിസ്മസായിട്ട് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള കാഴ്ച ഇതാണ് കേട്ടോ. അപ്പം മക്കൾ വന്ന് ഉറങ്ങുക. ചേട്ടാ കുണിക്കുമ്പോൾ ഉറങ്ങുന്നുണ്ട്. കുണിക്കുമ്പോൾ താഴത്ത് കുഞ്ഞിൻ്റെ കൂടെ ആയിരുന്നു. പിന്നെ അടുത്ത് മുകളിൽ എടുത്തിയതാണ്. അത് ഞങ്ങൾ ഉറങ്ങിയപ്പോൾ പിന്നെ കുഞ്ഞിൻ്റെ കൂടെ കൂടി. എനിക്കാണോ? പിള്ളേർ ഉറങ്ങട്ടെ കേട്ടോ. അല്ലേ ചേട്ടാ? അപ്പോൾ ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും. എന്താ പറയുക, അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ 5:45 ചേട്ടാ. ചേട്ടൻ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടോ നേരത്തെ എണീക്കണം എന്ന് പറഞ്ഞു. നടക്കില്ല. എന്താ വെച്ചാൽ ഉറങ്ങുമ്പോഴേ 2 മണിയായി. പാതിരാത്രിക്ക് 2 മണിക്കാണ് ഉറങ്ങിയത് തന്നെ. അപ്പോൾ എൻ്റെ നേരത്തെ എണീക്കാൻ പറ്റില്ല, നമ്മളറിയില്ല. ഞാൻ അലറാൻ വെച്ചു, ചിലപ്പോൾ അലറാൻ വെച്ചാലും നമ്മളറിയാണ്ട് പോകാറുണ്ട് കേട്ടോ. പക്ഷേ ഇന്ന് ഞാൻ വേഗം എണീച്ചു. ഞാൻ 5:45 എണീച്ചു. വേറെ ഒന്നുമില്ല. ഈ ക്രിസ്മസിന് ഈ രാവിലെ നേരത്തെ ഒരു തണുപ്പില്ലേ, പണ്ടത്തെ ആ ഒരു തണുപ്പൊന്നും ഇപ്പം ഇല്ല കേട്ടോ. പണ്ടൊക്കെ ശരിക്കും ഈ സമയത്തൊക്കെ നല്ലൊരു കുളിരുള്ള തണുപ്പം. ഇപ്പം എവിടെയെങ്കിലും തണുപ്പ് ഉണ്ടോ? ഇല്ല. റൂമിൽ തണുപ്പുണ്ടാകും, ദേശിട്ടെൻ്റെയായിരുന്നു. പുറത്ത് തണുപ്പൊന്നും ഇല്ല കേട്ടോ. പക്ഷേ ഈ ക്രിസ്മസിൻ്റെ അന്ന് പുലർച്ചയൊക്കെ നല്ല തണുപ്പുണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾക്ക് തോന്നിയില്ല. പക്ഷെ നമുക്ക് ഈ വിശേഷ ദിവസങ്ങളൊന്നും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ പരമാവധി നമുക്ക് നേരത്തെ എണീച്ച് നമ്മൾ എൻജോയ് ചെയ്യണം. അല്ലെങ്കിൽ ആ ഒരു ദിവസം പോയി അന്ന് രാവിലെ എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അന്നത്തെ ഒരു ദിവസം പോയി പിന്നെ മൊത്തം അടുക്കളയിൽ നിന്ന് പണിയെടുത്ത് നാറിയിട്ട് ഇരിക്കുക. അപ്പോൾ ഈ ഒരു ദിവസങ്ങളൊക്കെ നമുക്ക് ലൈഫിൽ എപ്പോഴും ഓർത്തിരിക്കാൻ പറ്റിയ ഓരോ ദിവസങ്ങളാണ്. എന്താണ് അപ്പം അങ്ങനെ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടില്ല, വേറെ ഒന്നുമല്ല. ഇന്നലെ വീണ്ടും നമുക്കൊരു ടെൻഷനുള്ളൊരു കാര്യം ഉണ്ടായി. ടെൻഷൻ ഞാൻ പറയാം. വീണ്ടും ദൈവം നമ്മൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചാൽ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നലെ വീണ്ടും വേദനയായി, ബ്രസ്റ്റിൽ വീണ്ടും മുഴ വന്നു. അപ്പോൾ അതിൻ്റേതൊരു ടെൻഷനും കാരണം ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നലെ ആരും വീഡിയോ നിർത്തില്ല. ഇന്നലെ അച്ഛനൊക്കെ മൊത്തത്തിന് മൂകതയായിരുന്നു. ഹോസ്പിറ്റലിൽ ഭയങ്കര വെപ്രാളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞായറാഴ്ച ദിവസം ഡോക്ടർമാർ ലീവുള്ള ദിവസം അവർ സമാധാനമായിട്ടിരിക്കട്ടെ, അവർക്ക് ക്രിസ്മസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിട്ട് പോയിട്ട് ഇന്ന് ക്രിസ്മസ് ആയിട്ട് ചൊവ്വാഴ്ചയ്ക്ക് നമുക്ക് നോക്കാനായിട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ക്രിസ്മസ് ദിവസത്തെ വിശേഷം. എന്നാലും നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇതൊന്നും നമുക്ക് കളയാൻ പറ്റില്ല. ഈ ഒരു ദിവസങ്ങളോ നിമിഷങ്ങളോ ഒന്നും നമുക്ക് കളയാൻ പറ്റില്ല. എല്ലാം നമുക്ക് പ്രാധാന്യപ്പെട്ട ദിവസങ്ങളാണ്. പ്രത്യേകിച്ച് എൻ്റെ ലൈഫിൽ നിന്ന് കുട്ടിക്കാലം തൊട്ട് ഞങ്ങളെ വരടയത്ത് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ഞങ്ങൾ ഹിന്ദുക്കൾ 1-2 വീട്, ബാക്കിയൊക്കെ അവിടെ ക്രിസ്ത്യൻസിൻ്റെ വീടായിരുന്നു, റോമൻസ് ആയിരുന്നു. അപ്പം അവിടെയൊക്കെ ഇങ്ങനെ ആ ഒരു ഗാങ്ങിലുള്ളതുകൊണ്ട് പെരുന്നാളായാലും ക്രിസ്മസ് ആയാലും ഞങ്ങൾ ഭയങ്കരമായിട്ട് ആഘോഷിക്കും. അപ്പോൾ ലൈഫിൽ എനിക്കതൊക്കെ എൻ്റെ അമ്മ പിന്നെ എന്തുണ്ടെങ്കിലും എൻ്റെ പോലെ തന്നെ ആഘോഷിക്കും. എന്താ ചേട്ടാ എത്തി എൻ്റെ ചുള്ളെത്തി. ഇതാണ് ഞങ്ങളുടെ ക്രിസ്മസ്. മറ്റേ ഞാൻ പറയാം, എനിക്ക് റൂമിൽ കയറിയപ്പോൾ തണുപ്പ് ഫീൽ ചെയ്തിരുന്നിട്ട് നല്ല തണുപ്പുള്ള പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തണുപ്പപ്പോഴേക്കും മനസ്സിലായി റൂമിൽ എ സിയുടെ തണുപ്പായിരുന്നു എന്ന്. മഞ്ഞൊക്കെ നോക്കി അറ്റത്തേക്ക് നോക്കുമ്പോൾ കാണാണ്ട്, പക്ഷെ തണുപ്പില്ല കേട്ടോ. തണുപ്പില്ല. ഹാപ്പി ക്രിസ്മസ്. ഞാൻ പല്ലേപ്പോൾ കഴിഞ്ഞു, ബാത്റൂമിൽ പോയിട്ട് വരാം. പോകുമ്പോൾ സഹായം ചെയ്യും. ആ ഫീസറിലുള്ള സാധനങ്ങൾ വസ്തുവെച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പോഴേക്കും നമുക്ക് ചായയും കേക്ക് കഴിച്ചാലേ രാവിലെ, എന്നിട്ട് നമുക്ക് പണിയെടുക്കാം അല്ലേ? ക്രിസ്മസ് അല്ലേ? അപ്പോൾ ഇന്ന് രാവിലെ നമുക്കൊരു കേക്ക്, അന്ന് നമുക്ക് കൊടുത്ത് വെച്ചാൽ ഒരു കേക്ക് ഞാൻ മുറിക്കാണ്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ക്രിസ്മസിന് മുറിക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഷേപ്പിംഗ് ക്രീം കേക്കൊക്കെ മേടിച്ചു. പക്ഷേ എനിക്ക് ക്രീം കേക്കിനോടൊന്നും എനിക്ക് അത്ര ഇഷ്ടമില്ല. എനിക്കിപ്പോൾ ഇഷ്ടം പ്ലമ്മിനോടാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശമൊക്കെ കഴിച്ചു. ഇനി ഒരുപാട് കഴിക്കൊന്നുമില്ല. ഇനി അതൊരു ആഗ്രഹങ്ങൾക്കുള്ള ഒരു കഴിക്കലായിരുന്നു. അതൊക്കെ എന്നാലും ഈ പ്രാവശ്യത്തെ പ്ലമ്മ് നല്ലതായിരുന്നു. മധുരം കുറവായി കാരണം കഴിക്കാൻ ഇഷ്ടമാണ്. എനിക്ക് മധുരം ഒരുപാട് ഇഷ്ടമില്ല, നേരിയൊരു മധുരമൊക്കെ ഇഷ്ടമുള്ളൂ പ്ലമ്മിൽ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്ന് ക്രിസ്മസ് ആയിട്ട് പിള്ളേർ പറഞ്ഞ് പുറത്തേക്ക് പോകാൻ നമുക്ക്
പുറത്തുനിന്ന് ഫുഡ് അടിക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് എന്തൊക്കെയുണ്ടെങ്കിൽ എത്ര തരം ഫുഡ് പുറത്ത് പോയി നമുക്ക് ഓർഡർ ചെയ്ത് കിട്ടിയാലും ഈ വിശേഷ ദിവസങ്ങൾ നമ്മുടെ കൈകൊണ്ട് ഉണ്ടാക്കിയത് നമ്മുടെ മക്കൾക്ക് വിളമ്പി കൊടുക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അത് വേറെ. അതെനിക്ക് പറ്റും എന്നുള്ള സമയങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. പരമാവധി എന്തൊരു വിശേഷത്തിനും എനിക്ക് പറ്റും എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാറുണ്ട്. എനിക്ക് അത്രയും വൈകി മാത്രം ഞാൻ അങ്ങനെ ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാനും പിടിക്കാനും നോക്കാറുള്ളൂ കേട്ടോ. വിശേഷ ദിവസങ്ങൾ പ്രത്യേകിച്ച് എനിക്ക് മക്കൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അവർക്ക് പിന്നാളുണ്ടാക്കിയ ഏറ്റവും അടുത്തുണ്ടാക്കിയ ഏറ്റവും ഇഷ്ടമായ ഒരു ബിരിയാണിയാണ് കേട്ടോ. പിന്നാൾ നാടൻ പണ്ടത്തെ കാലത്ത് ബിരിയാണി ഉണ്ടാക്കിയതല്ല, അത് എല്ലാവർക്കും രാത്രി ബിരിയാണി കഴിഞ്ഞതിന് ശേഷം ഷെബി അങ്ങനെ ഫുഡ് അധികം കഴിക്കില്ല, തരി കഴിക്കണം. എന്നിട്ട് മുപ്പനന്ന് ഉച്ചയ്ക്ക് കഴിച്ചു, പിന്നെ ഒരു 5 മണിയാകുമ്പോൾ കഴിച്ചു, പിന്നെ രാത്രി കഴിച്ചു, അല്ലെങ്കിൽ ഒരു നേരം 11 നേരത്തൊക്കെ തിന്നുന്ന ആളാണ്. എന്നിട്ട് രാത്രി അതൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും കിടന്നപ്പോൾ അടുക്കളയിൽ പോയി തപ്പിയപ്പോൾ ബിരിയാണി കാണാനില്ല. അത്ര രാത്രി മൂപ്പര് പോയി ഒന്ന് തപ്പി നോക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അപ്പോൾ എല്ലാവർക്കും ബിരിയാണി മതി പറഞ്ഞു. പിന്നെ ഞാൻ ബീഫും കാരണമൊന്നും മേടിച്ചില്ല കേട്ടോ. എല്ലാം ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ഉണ്ടാക്കണ്ടെങ്കിൽ ഈ പറയില്ല ഇളക്കുമ്പോൾ ഈ സ്റ്റിച്ചിൻ്റെ കാര്യങ്ങളൊക്കെ ഉണങ്ങിയിട്ടൊന്നുമില്ല കറക്റ്റ്. അപ്പോൾ അതുകൊണ്ട് കൊതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിക്കൻ മസാലയൊക്കെ ഇന്നലെ രാത്രി ഒരു 8 മണിയാകുമ്പോൾ പോയിട്ട് ചിക്കൻ മേടിച്ചു കൊടുത്തു. ബിരിയാണിക്കുള്ളത് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും തൈരൊക്കെ പറ്റി മസാല പറ്റി ഫീസറിൽ വെച്ചു. അതെല്ലാം വറുക്കാനുള്ളതെല്ലാം മസാല പറ്റി ഫീസറിൽ കയറ്റി. പിന്നെ രാവിലെ വെള്ളയപ്പം ചിക്കൻ ഇഷ്ടമാണ് കേട്ടോ എല്ലാവർക്കും വേണ്ടത്. അത് ക്രിസ്മസിന് അങ്ങനെയാണല്ലോ, കള്ളപ്പം ഇഷ്ടം അങ്ങനെയൊക്കെയല്ല. അപ്പോൾ ഞങ്ങളും വെള്ളയപ്പം ഇഷ്ടം ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മസാല നല്ല തൈരും ഉപ്പും കുരുമുളക് ഇട്ടിട്ട് ഞാൻ പുറത്ത് കൊതുണ്ട്, ചായയും കൊണ്ടുവരാം. അപ്പോൾ അങ്ങനെ എന്താ പറഞ്ഞത്. അപ്പോൾ ഒക്കെ മസാല പറ്റി വെച്ചിട്ടുണ്ട്. അച്ഛൻ പുറത്തേക്ക് വെച്ചിട്ടുണ്ട് തോന്നുന്നു, നോക്കിയോട്ടെ. യെസ്, അത് ബിരിയാണിക്കുള്ള ചിക്കൻ, ഇത് വറുക്കാനുള്ള ചിക്കൻ, ഇത് നമുക്ക് ചിക്കൻ ഇഷ്ടത്തിനുള്ളത്. അങ്ങനെ അപ്പോൾ നമുക്ക് ഇനി കുറച്ച് കട്ടൻ ചായ ഉണ്ടാകട്ടെ. ഇന്ന് രാവിലെ ഇപ്പോൾ ഞാൻ അടുക്കളയിൽ കയറി കുറച്ച് പാത്രമൊക്കെ മോറി വെച്ചിട്ടുണ്ട്. കുറച്ച് പാത്രം എല്ലാ പാത്രം മോറി വെച്ചിട്ടുണ്ടായിരുന്നു. രാത്രി അപ്പോൾ വെള്ളയപ്പോൾ ചിക്കൻ മുട്ടക്കറി ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് അവർ എപ്പോഴൊക്കെയാണോ തീറ്റ കഴിഞ്ഞിട്ട് പാത്രം കൂടെ വെച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ രാവിലെ മോറി ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കട്ടൻ ചായ ഉണ്ടാക്കട്ടെ കേട്ടോ. ഈ കട്ടൻ ചായക്ക് കുറച്ച് വെള്ളം എടുക്കാം കേട്ടോ നമുക്ക്. ഇപ്പോൾ എനിക്കതിന് 2 മാത്രം ഉണ്ടാക്കണുള്ളൂ, പിന്നെ അവരെ ഇരിക്കട്ടെ. അപ്പം എന്തായാലും ക്രിസ്മസ് ഒക്കെ അല്ലേ, സ്പെഷ്യലായിട്ട് നമുക്കൊരു ഏലക്കായ ചായ കുടിക്കും. ഇവിടെ ഷെബിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കാറുണ്ട്. ഞങ്ങളതിന് ഏലക്കായൊന്നും ഷെബിന് ഉണ്ടാക്കുമ്പോൾ സ്ഥിരം ഇടും, ഞങ്ങൾക്ക് അതിന് ഇടാറില്ല. പിന്നെ ഒരു ഏലക്കായ ചായ കുടിക്കാം. അപ്പോൾ അത് ഈ ക്രിസ്മസ് ആയിട്ട് കേക്കൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. രാവിലെ തന്നെ ഈ ഒരു കേക്ക് കട്ട് ചെയ്തിട്ടാവാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം നമ്മുടെ കട്ടൻ ചായ റെഡി. ക്രിസ്മസ് ആയിട്ട് ഞാൻ എൻ്റെ കാർത്തൂന കണ്ടിട്ടില്ല. ഒരു റൂം തുറക്കാതെ എനിക്ക് കാർത്തൂന കാണാൻ പറ്റണില്ല. കാർത്തൂന കാണിച്ചു തരുമോ? കാർത്തൂന കാണിച്ചു തരുമോ? ഹലോ, കാർത്തൂന 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ വന്ന് നേരത്തെ വിളിച്ചു. അപ്പോൾ 5 മിനിറ്റ് ആകുമ്പോൾ തന്നു. ഉറക്കത്തിലാണ് കേട്ടോ. വേറെ കാർത്തൂന കാണാൻ വേണ്ടിയിട്ടാണ്. ക്രിസ്മസ് അല്ലേ, പിള്ളേരൊക്കെ കാണാൻ തോന്നും. എവിടെ കാത്തു കാമ്പ് എടുക്കണോക്ക് മുട്ട് കുത്തിയിട്ട് കാത്തോ കാത്തോ അമ്മാമ്മ മോള് നോക്കി വന്നേ. ക്രിസ്മസ് ആയിട്ട് വന്നേ, അമ്മാമ്മ എത്തിച്ചു വന്നേ. ക്രിസ്മസിന്റെ ചായയും കേക്കൊക്കെ സെറ്റ്. അപ്പം എൻ്റെ മരുന്നോട് പറഞ്ഞു ചായയും കട്ടൻ ചായയും കേക്ക് കഴിക്കാണെന്ന് പറയാം. രാവിലെ തന്നെ വൈന കഴിക്കുന്നുണ്ട്, കട്ടൻ ചായ അല്ല അത്ര. വൈൻ കുടിക്കണവർ കുടിച്ചാൽ വൈൻ ഇരിക്കുന്നുണ്ട്, കുടിക്കുന്നവർ കുടിക്കും. ഞങ്ങൾക്ക് വേണ്ട. കട്ടൻ ചായ വേണോ? സേബിയോട് ചോദിച്ചേ കട്ടൻ ചായ വേണോ? അപ്പൊ കേക്ക് കൊണ്ട് കട്ടിയുണ്ട്. ക്രിസ്മസിന് കട്ടൻ ചായ അല്ലേ ഞാൻ പൊന്നിന് ഷെബിയൊക്കെ ഏൽപ്പിച്ച സ്ഥിതിക്ക് പൂട്ടിണ്ടായിരുന്നു. ഞാൻ തോന്നുന്നതല്ലോ വിളിച്ച സ്ഥിതിക്ക് പറയും കുഞ്ഞൻ എന്താ വിളിക്കാൻ. നിങ്ങൾ കുഞ്ഞിനെ പറ്റും. പക്ഷെ കുഞ്ഞെ ഉറങ്ങുമ്പോൾ പുലർച്ചെ ഒരു 3:30 മണി കഴിഞ്ഞിട്ട് വേറെ ഒന്നുമില്ല, ചുമച്ചിട്ടാണ്. അപ്പോൾ ഞാൻ വിളിച്ചു നോക്കാം. എനിക്കാണെങ്കിൽ എനിക്കട്ടെ കേട്ടാ. കുഞ്ഞ് ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ് ആകുമ്പോൾ തിരിച്ചു പറഞ്ഞത് കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി.
അതിന് നിന്നെ വിളിച്ചില്ലെന്ന് പറയണക്കാരേ. ഞങ്ങൾ എല്ലാവരും കൂടി കേക്കൊക്കെ കട്ട് ചെയ്ത് സിറ്റ് ഔട്ടിൽ നിന്ന് കട്ടനെ വിളിച്ച് ക്രിസ്മസ് ആഘോഷിക്കാൻ പോട്ടാ. ആ ക്രീം കേക്ക് ഒന്നല്ല, ക്രീം കേക്കൊക്കെ നിങ്ങൾ രാത്രി അപ്പം അതിലേക്ക് എപ്പോഴും കട്ട് ചെയ്തോ. അതൊന്നുമല്ല, എനിക്ക് എൻ്റെ പ്ലം കേക്ക്. കുക്ക ഗുഡ് മോർണിംഗ്. കുക്ക് മണി കൈ മടങ്ങിയിട്ടാണ് ശരിയാക്കണേ. അയ്യോ എന്നിട്ട് അവസാനം ക്രിസ്മസ് ആണ് നാളെ. 2 മണിയുണ്ട്. ക്രിസ്മസ് ആണ് നാളെ. നമുക്ക് കറങ്ങാനൊക്കെ പോകണം. നേരത്തെ തുടങ്ങി നാളെ ബിരിയാണി ഒക്കെ ഉണ്ടാക്കണ്ടേ എന്ന് പറഞ്ഞപ്പോൾ ഫോൺ ഓഫീസ് ആർക്കും കൊണ്ടേച്ച് തുടങ്ങി. ചക്കമ്മ മുടി കെട്ടി വെച്ചാലും ബണ്ണുണ്ട് പിടിച്ചിട്ടൊന്ന് ഞാൻ കെട്ടിക്കട്ടെ. സക്കമ്മ ഉറങ്ങുമ്പോ 3:30 ഉണ്ട്. സക്കമ്മ ആ കുഞ്ഞിന്റെ പാലായിട്ടാണ് ഞാൻ ചുമക്കുമ്പോ അവളെ ഉറക്കം കഴിഞ്ഞാൽ 8 മണിക്കല്ലേ എണിച്ചത്. നിങ്ങൾക്ക് ഉറക്കം കിട്ടുമോ? ഇതിപ്പോ കെട്ടേക്കും. എനിക്ക് വരുമ്പോഴൊന്നും തലയിലുണ്ടാവും കേട്ടോ. സക്കമ്മ ഉറങ്ങട്ടെ. അയ്യോ നമ്മള് കുണിക്കിയ പൊന്നുകുമാരി കണ്ടില്ലേ? പൊന്നുകുമാരി പൊന്നു കല്ലുമ്പക്കാരുടെ ഷൂട്ടിന്റെ പ്രായത്തില് നമ്മള് കണ്ടിട്ടില്ല ഫോട്ടോ. ഇതാരമ്മ? പിന്നെ എന്റെ പൊന്നുകുമാരി. ആ പിന്നൊരു ചെറിയ കണ്ടപ്പോ വായ പൊത്തിയിട്ട് കക്കാണ്ട് ഭയങ്കര ചെറിയ പൊന്നുകുമാരി കണ്ടില്ലേ? കുക്കിയ നമ്മൾ പൊന്നുകുമാരി കണ്ടില്ലേ? അപ്പോട് പറഞ്ഞ പൊന്നുകുമാരി കണ്ട കാര്യ കൂക്കി ക്രിസ്മസ് അല്ലടാ എനിക്കടാ. ചാടി നമുക്ക് തലക്ക് എന്താ ഏട്ടാ? പെട്ടെന്ന് ബാലൻസ് പോകുമ്പോ ഒരു ഇത് വരില്ലേ? തല കറക്കണ മാതിരി. കുഞ്ഞാപ്പൻ നിന്നെ എത്ര മണിക്ക് വിളിക്കണ്ടേ? കുറച്ച് ഇപ്പൊ സമയം ഞാൻ പറഞ്ഞുതരാം. 7:15 കഴിഞ്ഞ മണിക്ക് വിളിക്കണ്ടേ? ഓക്കെ അതാണ് കുറച്ച് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ എന്ന് പറഞ്ഞോടേ കൂതറ 8 മണിക്ക്. കാത്തു കാത്തു എന്താ കാത്തു ക്രിസ്മസ് ആയിട്ട് കഴിക്കണ്ട. ഇവരൊന്നും കഴിക്കണ്ട. കാത്തു നമുക്ക് കഴിക്കാം. ഒരുത്തിനോട് 2 ദിവസം പിണക്കിയതാ. അപ്പോൾ 2 ദിവസം മെസ്സേജ് അയക്കണം. അമ്മയ്ക്ക് തിരിച്ച് മെസ്സേജ് അയക്കില്ലിട്ട് ഗോകുല. ഇപ്പം അതൊന്ന് പുലർച്ചെ അയച്ചിക്കണു. ആരാണ്? കേക്കട്ടിയല്ലേ? ക്രിസ്മസ് 1 മണിക്കൂർ പകലിറങ്ങാൻ. അതായത് രാവിലെ 1 മണിക്കൂർ തുടങ്ങി കഴിഞ്ഞാൽ അപ്പം വേറെ സ്ഥലത്ത് ഈവെൻ്റ് നടക്കുന്നുണ്ട്. ഉണ്ടാക്കില്ല. പിന്നെ രാത്രി അവിടുന്ന് നേരെ എടുത്തിട്ട് ആ ഡ്യൂട്ടി സ്ഥലത്തെത്തും. അവിടെ ഭക്ഷണം തന്നെയൊക്കെ വേറെ എനിക്ക് മാറി. അപ്പം നമുക്ക് കേക്ക് കട്ട് ചെയ്ത് തരാം. അവിടെ കാത്തു പാലുകുടിയിൽ ഭയങ്കര മുഴുകിയിരിക്കുക. അപ്പോൾ നല്ല മധുരം ഇടാത്ത കട്ടൻ ചായ. ഏലക്കായിട്ടുണ്ട്, മധുരം ഇട്ടിട്ടില്ല. ഓൾറെഡി നമ്മുടെ കയ്യിൽ മധുരം ഉണ്ടല്ലോ. ഇതിൽ ഒരു മിനിറ്റ് ക്യാമറ എന്റെ മുഖം കണ്ട അതേതാ ഷേപ്പ് ചെയ്ത് തോന്നുന്നു അല്ലേ? അല്ലേ ഇത് തോന്നുന്നു ഷേപ്പ് ചെയ്യാം. ഓക്കെ ഓക്കെ കേക്ക് കട്ട് ചെയ്താലോ? ഹാപ്പി ക്രിസ്മസ്. ക്രീം കേക്ക് അവർ കട്ടിയും നമ്മൾ വയസ്സന്മാര് പ്ലം കേക്ക് എന്താ ചെയ്യാം? നമ്മൾ പ്ലം കേക്ക് നഷ്ടം. ഹാപ്പി ക്രിസ്മസ്.
ഞങ്ങൾ രാത്രി ഒന്നും ആഘോഷിച്ചില്ല. രാത്രി ഞങ്ങളുടെ ടെൻഷനിലായിരുന്നു കേട്ടാ. അതെ. ഹാപ്പി ക്രിസ്മസ്. എന്തായാലും എല്ലാ പ്രാവശ്യം പ്ലം കേക്ക് 2 സ്ഥലത്തൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ പൊട്ട കിട്ടി കഴിഞ്ഞാൽ എനിക്ക് മടുക്കൂട്ടാക്കി. പക്ഷേ ഈ പ്രാവശ്യം കിട്ടിയ പ്ലം കേക്കൊക്കെ നല്ലതായിരുന്നു. ഞങ്ങളുടെ ക്രിസ്മസ് ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ല സൂപ്പർ അടിപൊളി. അത് നമ്മൾ അന്ന് മുറിച്ചേക്കാൾ കുറച്ചുകൂടി മധുരം ഉണ്ട് കേട്ടോ ഇതിന്. ബദാമുണ്ട്. തോന്നണോ? അല്ല ഞാൻ അറിയാലോ തന്നെ. ഞാൻ ഫുഡിൻ്റെ കാര്യത്തിൽ കണിശക്കാരിയാണ്. അത് കുട്ടിക്കാലം തൊട്ടാണ് നമ്മുടെ വീട്ടിൽ എന്ത് ഫുഡ് ഉണ്ടാക്കലും എന്തെങ്കിലും ഉപ്പും പുളിയൊക്കെ നോക്കാൻ അമ്മ എൻ്റെ അടുത്ത് തരട്ടെ. എന്താ വെച്ചാൽ ഞാൻ ഉപ്പും പുളി നോക്കി കഴിഞ്ഞാൽ അത് അത്രയും കറക്റ്റ് ആയിരിക്കും. അങ്ങനെയല്ല ചേട്ടാ, അങ്ങനെയല്ല. എരിവും പുളി കറക്റ്റ് പറയും ഞാൻ. മറ്റു അത് നോക്കി ഞാൻ ശരിക്കും എനിക്ക് എരിവ് പുളി ഉപ്പ് കറക്റ്റ് ഞാൻ പറയും. ഇത്ര പറഞ്ഞാൽ ഇങ്ങനെയാണെന്ന്. കാരണം കുട്ടികളായിട്ട് എവിടെയായാലും അമ്മയായാലും ആരായാലും എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കിയാൽ വിളിക്കും, ഞാൻ ടേസ്റ്റ് ചെയ്യാം. നല്ലൊരു ചെക്കനെ തോന്നുന്നു. ചെക്കനെ കണ്ടിട്ട് കാര്യം കേട്ടോ. പ്രൊഫൈല് മൊത്തം ചെക്കന്മാരാവില്ല, പെണ്ണുങ്ങൾ തന്നെ ആവും. ഇങ്ങനെ ചോദ്യത്തോടും കേക്ക് തിന്നണ വീഡിയോ ഇടാന്നാണില്ല ഇത്ര. നമ്മൾ കേക്ക് തിന്നില്ല. കേക്കിന് ഡ്രസ് ഉണ്ടാവില്ല. എനിക്ക് വയ്യ. അങ്ങനെയാണ് ഇൻസ്റ്റയിലും തുറക്കാൻ പറ്റിയ ആൾക്കാർ പൊറോട്ട ചപ്പാത്തി ചിക്കനൊക്കെ തിന്നുന്ന വീഡിയോ ഇട്ടിട്ട് രാത്രി വിശക്കുന്നത്. എനിക്ക് വിഷമം തോന്നാണ്ട് ആ വീഡിയോസ് കാണുമ്പോൾ. പക്ഷെ അതൊരു കുഞ്ഞിട്ടോ കുഞ്ഞായ്മ അത് ചെയ്യാൻ പാടില്ല. എന്നല്ല നല്ല വിശന്നിരിക്കുന്ന നേരത്താവും അത് കാണുക കേട്ടാ. ഈ ആള് വിചാരിച്ചിട്ടുണ്ടാവേ ആള് തുണിയിട്ട് എത്ര രസമാവും. അങ്ങനെ അല തുണിയിലാണ്ട് കാണിക്കണ കൂട്ടത്തിലാവും. അപ്പൊ അങ്ങനെ കാണിക്കാനാവും. ക്രിസ്മസ് ആയിട്ട് വെറുതെ വായില് നാവ് അല്ല വേറെ നമുക്ക് നമ്മുടെ നല്ല നിമിഷങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കണ്ട. നമ്മളിത് ക്രിസ്മസ് ആയിട്ട് ഞാൻ പറഞ്ഞ നേരത്തെ എനിക്കൊന്ന് വേറെ ഒന്നരായിട്ട് മൂത്രപ്പഴുപ്പ് വന്നിട്ടുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടായിക്കണു. മരുന്നുകൾ ഗുളികൾ കഴിക്കണേ. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് എന്താവോ സ്റ്റോൺ അടിച്ച ചായ ഭയങ്കര ഇഷ്ടമായി. എനിക്ക് എവിറ്റി ഒക്കെ അടിച്ചായിരുന്നു. എനിക്ക് കട്ടൻ ഞാൻ കുടിക്കാന്നുള്ളത് ഒരു മട്ടിപ്പ് വന്നിട്ടുണ്ടല്ലേ. ഇതല്ലേ കറ ഇല്ല എനിക്ക് തോന്നുന്നു. മറ്റേന്ന് ചായ വൃത്തിയായിട്ട് കറിയാം. നല്ല ടേസ്റ്റ് തോന്നിക്കുന്നത്. പാൽച്ചായക്ക് എങ്ങനെയാന്ന് അറിയില്ല കേട്ടോ. ഞാൻ പാൽച്ചായ ഉണ്ടാക്കുന്ന ആൾക്കാരല്ല. ഞങ്ങൾക്ക് പാൽച്ചായ ഇഷ്ടമില്ല. അങ്ങനെ നാടൻ ചായ കടയില്ല. അത് വലിയ ഹോട്ടലിൽ നിന്ന് മേടിക്കുന്നത് ഇഷ്ടമൊന്നുമില്ല. നാടൻ ചായ കടയിൽ നിന്ന് അടിച്ചിടുന്ന ചായയില് അതിഷ്ടം. പ്രാവശ്യം ഏലക്കായ്ക്കും ഫ്ലേവറിന് വ്യത്യാസമുണ്ട്. വില കൂടുതലായിക്കാനോ ചുക്കിൻ്റെ ടേസ്റ്റ് തന്നെ. ഇങ്ങനെ പ്ലം കേക്കിൻ്റെ ഒപ്പം മധുരമില്ലാത്ത കട്ടൻ ചായ തരുമ്പോൾ നമുക്ക് ആ ഒരു മധുരത്തിൻ്റെ ഒരു രാവിലെ തന്നെ മധുരം അധികം കഴിച്ചിട്ടിരിക്കും. ഞാൻ എന്തായാലും മുറിച്ച പീസിൽ അത് ഞാൻ തീർത്തു. ക്രിസ്മസായി കഴിഞ്ഞു. ന്യൂ ഇയർ ഉണ്ട്, ഒരു പെരുന്നാളുണ്ട്. പണ്ടായിരുന്നു തന്നെ ഇങ്ങനെ വർഷം ഓരോന്ന് കഴിയുമ്പോൾ ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എന്നൊക്കെ പൂരം സമയമാവും. തെച്ചിട്ടത് പൂരം കഴിഞ്ഞു, ചെറുമത്തത് പൂരം കഴിഞ്ഞു, ഇനി പൂവുണ്ട്. പൂരം കഴിഞ്ഞോണ്ടുള്ള വിഷമല്ല, പോകണ്ട ദിവസം വിഷമാവും. അപ്പൊ ആദ്യം ഇതൊക്കെ ആവണം എന്നുള്ളൊരു ആവേശം. ആയി കഴിയുമ്പോൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിനൊരു വെയിറ്റിങ്ങോ അതിനൊരു കാത്തിരിപ്പ്, പിന്നെ ദിവസങ്ങൾ ഇങ്ങനെ
അന്നേരം ഗൾഫിൽ നിന്ന് കഴിഞ്ഞാൽ 3 മാസം കഴിഞ്ഞാൽ തൊട്ട് ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ പോകും. ഞങ്ങൾ എല്ലാവരും കൂടിയില്ല. ടിക്കറ്റിൻ്റെ ഓഫീസ് റേറ്റ് ചോദിക്കും. ഈ മാസം എത്ര റേറ്റാ ഞങ്ങൾ പറയാട്ടാണ്ട് പോകും. അവസാനം അപ്പം ഇങ്ങോട്ട് ഓർമ്മയുണ്ട് ചേട്ടൻ വരുമ്പോൾ ചേച്ചിനെ കൊണ്ടുവരുന്നുണ്ട് ചേട്ടത്തേക്ക് ഡേറ്റൊക്കെ നോക്കുന്നുണ്ട്. എൻ്റെ ഒരു മുഖത്തൊക്കെ അപ്പം പിന്നെ ഇങ്ങോട്ട് വരും പറയാറുണ്ട്. അങ്ങനെ എന്നിട്ട് ലാസ്റ്റ് ഡേറ്റ് അതായത് 6 മാസം കഴിഞ്ഞ് ഞങ്ങൾ എത്തണില്ല. അതിൻ്റെ നല്ല ദിവസം കയ്യിലെ കാശൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവട്ടെ, പാപ്പരായിട്ടുണ്ടാവും. എന്നാലും ഒരുമിച്ച് നിൽക്കും അല്ലേ. ഞാൻ കുറെ കാശില്ല. തല്ലിടുമ്പോ അത് ഞാൻ പറയാറില്ല. ഞാനല്ല പറഞ്ഞു കാശിന് കുറെ തമ്മിൽ ലൈഫിൽ ഒരു ആത്മാർത്ഥത കഴിഞ്ഞില്ലേ. അതിൻ്റെ വേറെ പെണ്ണുങ്ങളോട് കുറെ ഇഷ്ടം കഴിഞ്ഞില്ലേ. അല്ലെങ്കിൽ എനിക്ക് നല്ല ഡ്രസ്സ് ഇടണം, അല്ലെങ്കിൽ കുറെ യാത്ര ചെയ്യണം. എനിക്ക് അതാണ് എൻ്റെ സുഖം എന്ന് വെച്ചിട്ട് ഞാൻ വേറൊരാളുടെ കൂടെ പോയി അതിൻ്റെ കുറെ കാശുണ്ട്, അക്കൗണ്ടിൽ കുറെ കാശുണ്ട്, കടങ്ങളൊന്നുമില്ല, വലിയ വീടും കൊട്ടാലും. എന്ത് ചെയ്യാം, ഇനി വേറെ കെട്ടാം, അതും നേരെയാവും ഉറപ്പുണ്ടാവും. അപ്പൊ ലൈഫിൽ കിട്ടിയത് ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്നല്ലോ. അനാണ്ടല്ല ഇല്ലായ്മ ഞാൻ കൂടെ ഉണ്ടല്ലോ. അനാണ്ട് ഇല്ലാന്ന് പറഞ്ഞിട്ട് അനാണ്ട് ഇട്ടതിൽ പൂണില്ല. അനാണ്ടിന്റെ അതുള്ളത് അത് ആ ഉള്ളത് നമ്മൾ ജനിച്ചു പോകുന്നു. അതന്നെ വേണ്ടോ. ഉണ്ടെങ്കിലുള്ള പോലെ ജീവിക്കും, ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ ജീവിക്കും. ഞാൻ പറയും നമ്മുടെ ഈ നിമിഷങ്ങൾ അതാണ് ഞാൻ ഏറ്റവും മനോഹരമായിട്ട് കാണുന്നത്. ഇന്ന് ക്രിസ്മസിലൊന്ന് രാവിലെ കട്ടൻ ചായ, ഇതിലൊക്കെയാണ് എൻ്റെ ഏറ്റവും സന്തോഷം. ചിലർക്ക് അതൊരു വട്ടായിട്ട് തോന്നാം, തോന്നിക്കോട്ടെ. അപ്പൊ നമുക്ക് മുഴുവട്ടെന്ന് നമ്മൾ പറയും. പക്ഷെ ഈ വട്ട് അതൊരു രസമുള്ള വട്ട. ഉറക്കം ശരിയായിട്ട് പിന്നെ എന്താ തലയ്ക്ക് ഉറക്കക്കുറവ് വരുമ്പോ ഉണ്ടാവില്ല. അതൊരു 12 മണി 1 മണി കിടക്കുമ്പോ അതിനായിട്ട് ഉറങ്ങാൻ കിടക്കുമ്പോ 12 മണിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. കുണിക്ക് ഉറങ്ങുമ്പോ 2 മണി കഴിഞ്ഞിട്ടുണ്ട്, കുണിക്ക് ഉറങ്ങുമ്പോ 3 3:30 ആയിട്ടുണ്ട്. കുഞ്ഞ് ചുമച്ച് 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 ഒരു രൂപ എന്നിട്ട് ആദ്യം ലേഖ എടുത്ത് കഴിക്കാൻ പറഞ്ഞു. അതൊക്കെ ആദ്യക്ക് സ്റ്റാർട്ടിങ് അതൊന്നും. അത് കഴിഞ്ഞിട്ട് 1/2 മണിക്കൂറാകുമ്പോഴേക്കും നിർത്താൻ പറ്റാത്ത പോലെ കാശ് വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും സ്പെഷ്യലിസ്റ്റിനെ കാണിക്കേണ്ടി ഒരാളാണ്. കുട്ടിക്ക് മുടി ഫുള്ളും കൊഴിയ എണ്ണ തേക്കിൽ മാറ്റുണ്ട്. തേച്ചിങ്ങനെ തലയിൽ താരം വരിക, മുടി കൊഴിയ. എണ്ണ തേക്കിൽ മാറ്റിയിട്ട് 5-6 കൊല്ലായില്ലേ. ഫോണിന്റെ തിരക്കാൻ പാട്ടില് ലോക്ക് ഇട്ട് വെച്ചു. രാവിലെ പണികളൊക്കെ കഴിക്കാം, ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിച്ചപ്പോൾ ലോക്ക് ഇട്ട് വെച്ചു. ഒരാൾ ഇവിടെ. അപ്പോൾ ഞാൻ കറി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടാ. പൊന്നിനൊരു ചെറിയ പണി കൊടുത്തിട്ടുണ്ട്. വെള്ളയപ്പത്തിന് അരയ്ക്കാൻ പറഞ്ഞു, നാളികേരം ചെരിക്കാൻ പറഞ്ഞു. നാളികേരില്ല. ഇതിൻ്റെ തുടച്ചിട്ട് എന്താണെന്ന് അറിയാം, കുറച്ച് കുരുമുളക് പൊടിച്ച് തരാനാ. കുരുമുളക് താഴെ ഇരിക്കുന്നു, നിങ്ങളന്ന് മേടിച്ചു തോന്നി, വലിയ ഡപ്പയിരിക്കുന്നു. അപ്പോൾ രാവിലെ വെള്ളയപ്പം ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇവർക്ക് ഇതിൽ ചിക്കനേക്കാളും കൂടുതൽ ആവശ്യം ഇവർക്ക് ഇതിൽ ഗ്രേവിയാണ് വേണ്ടത്. നന്നായിട്ട് ഇതൊന്ന് റോസ്റ്റ് ആട്ടെ എണ്ണയിൽ ഇടുന്നിട്ട് ഈ ചിക്കനൊക്കെ കുരുമുളക്. അപ്പോൾ 2 പരിപ്പ് എടുക്കുന്നുണ്ട്.
ഇവിടെ ഇരുന്നിട്ട് ഒരാൾ ഹെൽപ്പ് ചെയ്യണുണ്ട്. ഈ ഒരു ഹെൽപ്പ് ഉള്ളതുകൊണ്ടാട്ടോ എൻ്റെ പണികൾ സറ പറ കഴിഞ്ഞ്. എന്താ വെച്ചാൽ എനിക്കൊക്കെ നിന്ന് ഉണ്ടാക്കണ്ട, ഒക്കെ അരിഞ്ഞ് ചതച്ച് അരച്ച് മിക്സിയിൽ അരക്കണതൊക്കെ അരച്ച് ഒക്കെ സെറ്റ് ചെയ്ത് തരും കേട്ടോ. ഈ നിന്നുണ്ടാക്കുക എന്നുള്ളൊരു ദൗത്യമാണ് എൻ്റെ ദൗത്യം. ഇപ്പോൾ നമ്മൾ ബിരിയാണിയുടെ ചോറ് ചെയ്ത ശേഷം ആയിക്കൊണ്ടിരിക്കുന്നത്, വെള്ളയപ്പം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബീഫിൻ്റെ കുറവുണ്ട്. അപ്പം കണ്ട എനിക്ക് ഫുഡ് വിളമ്പുന്ന ആളെ കണ്ട ദോ നമ്മുടെ പഞ്ചാബി ഹൗസിൽ പറഞ്ഞല്ലോ. ഓക്കെ. വെള്ളയപ്പം ഞങ്ങൾ നല്ല മൊരിയിച്ചിട്ട് എടുത്തുക്കണം കേട്ടോ. ഇവിടെ മൊരിയിച്ച വെള്ളയപ്പാണ് ഇഷ്ടം. എത്ര മൊരിയിച്ചാലും നല്ല സോഫ്റ്റ് കൂടിയിട്ടാണോ. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇഷ്ടം ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറായിട്ട് നമ്മൾ വെച്ച് വെച്ചിട്ട് കറിയൊക്കെ ഉണ്ടല്ലോ വെച്ച് കുറച്ച് നേരം ഇരുന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് സെറ്റ് ആവുന്നതാണ്. ആ നെയ്യും അണ്ടിപ്പരിപ്പും അന്നേട്ടാ ഇതൊക്കെ കഴിക്കുക. എന്നിട്ട് അതിനേട്ടൻ പറ അഭിപ്രായം. അന്നേട്ടൻ വേണ്ടിയിട്ട് ഓക്കെ ഓക്കെ ഞാനേട്ടൻ കഴിച്ചിട്ട് പറ അഭിപ്രായം. അതുകൊണ്ട് ഇതാ പ്ലേറ്റുകളാ പ്ലേറ്റിൽ ഇതാ അതെടുത്തോ. ദാ പ്ലേറ്റുകൾ ഇതാ തന്നെ തിന്നാ തന്നെ എന്നിട്ട് തന്നെ ഒന്ന് പഠിക്കട്ടെ. എങ്ങനെയുണ്ട്? എരിവ് വേണം. പച്ചമുളകിൻ്റെ എരിവട്ടെ ഞാൻ കൂടുതൽ ഇട്ടുന്ന എരിക്ക്. കുരുമുളകിനേക്കാളും കുരുമുളക് ഇഷ്ടമുള്ള കുരുമുളകിന് കൊടുക്കാം. ഞങ്ങൾക്ക് പച്ചമുളക്. അത് ചിക്കൻ ഇഷ്ടമായിരുന്നു ഗ്രേവി. എത്ര മണി? എത്ര മണി? ഇവിടെ ഇതൊക്കെ ആയിരിക്കണേന്നു കേട്ടോ. ഞങ്ങൾ വിശക്കട്ടെ എന്ന് വെച്ചിരിക്കുന്നത്. വിശക്കാനും പണ്ണുള്ളതാണ് കഴിഞ്ഞോട്ടെ എന്ന് വെച്ചു. പിന്നെ ഞാനേ ചിക്കൻ കറി ആയിട്ട് കുറച്ച് നേരം ഇരിക്കണം. ഇഷ്ടം കുഞ്ഞിന് പറ്റും. നല്ല ക്രീമി ടേസ്റ്റാ അല്ലേ? ആ പുറത്തോ കുണിക്കും ബിരിയാണിയുടെ ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ട്. അതാണ് കുണിക്കിൻ്റെ ഇന്നത്തെ ഫുഡ് അല്ലേ ഉണിക്കാ? ഉണിക്കുന്ന അതാണ് ഇഷ്ടമായിക്കണേ. ഏത് വശമൊക്കെ പറയാം സൂപ്പർ എന്ന്. ഇവർക്കാണ് ശരിക്കും ഈ ചിക്കൻ്റെ ഇഷ്ടൂൻ്റെ ടേസ്റ്റ് കറക്റ്റ് അറിയണ ആൾക്കാർ. ഞങ്ങളിപ്പോൾ ഈ അടുത്തായിട്ട് നമ്മൾ കൂട്ടാൻ തുടങ്ങിയിട്ടുള്ള നമ്മളതിനെ കൂട്ടാത്ത ആൾക്കാരാ. പ്ലേറ്റുകൾ ഇഷ്ടം പോലെ. ഇനി നമ്മുടെ ഫുഡ് ഇൻസ്പെക്ടറാണ് കുഞ്ഞിൻ്റെ കൂടെ ഒന്നും നല്ല വെള്ളയപ്പം അല്ലേ? സോഫ്റ്റ് വെള്ളയപ്പം. ക്യാരറ്റ് ഇങ്ങനെ ചേർത്ത് ചിക്കന് അവൻ്റെ ചിലത് വേവാത്ത ചിക്കനാണ് വെളുത്തിരിക്കണ. കൊരങ്ങച്ചാ ഇത് വേവിച്ച ചിക്കനാടാ.
അവളുടെ പ്ലേറ്റ് ചിക്കൻ വറുത്ത് മൊത്തം. അപ്പൊ നിങ്ങളുടെ ക്രിസ്മസിന്റെ ഫുഡ് അത് ഫുള്ളും തീർക്കണം കേട്ടോ, എല്ലാവരോടും കൂടിയിട്ടാണ്. ടേസ്റ്റിലായിട്ടാണല്ലാട്ടോ കാര്യം, ഇവിടുത്തെ കാര്യങ്ങൾ അങ്ങനെയാണ്. ഇവിടെ അപ്പോഴൊക്കെ വേണ്ട വെച്ചാൽ മാറ്റിവെക്കും, കുഞ്ഞിന് വേണ്ട വെച്ചാൽ മാറ്റിപ്പോയി, അങ്ങനെ ഓരോരുത്തരും മാറ്റിവെക്കും. പിന്നെ അവസാനം തീറ്റുണ്ടാവില്ല, അങ്ങനെ മാറ്റിവെക്കണ. അവനവന് വയറിറ ചിന്ന ഇല്ലാത്തവരോട് ഇരിക്കട്ടെ. ഈ കഴിയുമ്പോൾ ഇന്നലെ തങ്കമണിക്ക് പണി കഴിഞ്ഞപ്പോൾ പണി സഹായിക്കാൻ ഇറങ്ങിയവരാ. ഒരാളുടെ കാല് വീഴാൻ ഒരാൾ കൈ മുട്ടുമണിക്ക് പണി കിട്ടിയിട്ടുണ്ട്, മുട്ടമണിക്ക് കാല്. ആ മുട്ടമണിക്ക് വട്ടളത്തിൽ ഇരുന്നിട്ട് എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാ നിൽക്കുന്നത്. അല്ല മുത്തുമണിക്ക് എന്താ പറ്റിയിട്ടില്ലേ? അങ്ങനെ നമ്മുടെ ചിക്കൻ ബിരിയാണിയിലെ ചിക്കൻ ഞങ്ങൾ നേരെ വഴുകാൻ കാരണം വേറെ ഒന്നുമല്ല, ചിക്കൻ വറുത്ത് വെച്ചപ്പോൾ ഉണക്കിയത് കഴിക്കാൻ തുടങ്ങി. അപ്പം പിന്നെ ഞങ്ങൾ ചിക്കൻ തികഞ്ഞില്ല, കുറച്ച് ചിക്കൻ മേടിച്ചു, ബീഫ് മേടിച്ചു. അപ്പോൾ ഞങ്ങളെ പണി കുറച്ച് അങ്ങോട്ടും ടൈം രാവിലെ തുടങ്ങിയിട്ട് ശരിക്കും രാവിലെ തുടങ്ങിയിട്ട് നേരം കഴിയേണ്ടതൊക്കെ ആയിരുന്നു. ചിക്കൻ വീണ്ടും മേടിച്ച് കഴുകി മസാല പരട്ടി വറുത്തെടുത്തു. കറി ഒരു പുതിയ മോഡലാട്ടോ അപ്പം ഞാൻ വെച്ചു ഈ പ്രാവശ്യം. അപ്പോൾ ഇത് കഴിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. പക്ഷെ കറിയുടെ കളറാണ് എനിക്ക് അടിപൊളിയല്ലേ. ചാറും എനിക്ക് ഇഷ്ടമായിട്ടോ, കാരണം ഞാൻ ഫുള്ള് ചാറതിലേക്ക് എടുക്കുന്നില്ല, ഞാൻ ഫുള്ള് എടുക്കണ്ട. അല്ല പിന്നെ കുറച്ച് ഗ്രേവി നോട്ടല്ലേ. എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം. ഈ കഷ്ണം മതിയോ നമുക്ക്? മതിയോ മതിയോ. ഇപ്പൊ കഷ്ണമായിട്ട് എടുക്കാമല്ലോ. അപ്പൊ അങ്ങനെ കാറ്റോടത്തെ ചിക്കൻ പട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ പതുക്കെ പോരാ. ഈ റൈസ് വെറുതെ രസമുണ്ട്. പ്രാവശ്യം ചെറുതായിട്ടൊന്ന് വെന്തുണ്ടിട്ടില്ല, അത് സെറ്റായി വരുന്നില്ല. എന്താ വെച്ചാലേ ആ നേരത്തെ അപ്പുറത്ത് ചിക്കൻ ഇപ്പുറത്ത് ഞാൻ കത്തിച്ചോളാം. ഞാൻ ഇപ്പൊ വരാം. ഇത് കഴിഞ്ഞിട്ട് വെള്ളയപ്പം ഉണ്ടാക്കല് എല്ലാം കൂടി അപ്പുറത്തൊക്കെ സാധനം ഒന്നും കിട്ടില്ല, അത് ഇരിക്കുന്നുണ്ട്. അതിന്റെ അടിയിൽ നിർത്തോ, ഓഫ് ചെയ്തു. കുറച്ച് പൈനാപ്പിൾ പ്രാവശ്യം പറഞ്ഞു. റൈസ് ഇത്ര ഇന്നുണ്ട്, വിഷമിക്കണ്ട. അന്ന് ഇതിനും കൂടുതലായിട്ട് തന്നെ ഒറ്റ നേരത്തേക്ക് ശരിക്കും ഉണ്ടാവുള്ളേ. ഒറ്റ നേരത്തേക്ക് ഉണ്ടാവില്ല, രാത്രി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടല്ലേ കഴിച്ച്. ഞാൻ വേറെ കഴിച്ചിട്ടില്ല, ഉച്ചക്ക് ഞാൻ വരുന്ന കഴിച്ചിട്ടുണ്ട്. സ്ഥിരം കഴിക്കണ പോലെ തന്നെയാണ്. പക്ഷെ ആ മത്സരം കഴിച്ചപ്പോ ഒരു വിമർശടി വന്നു, ഇങ്ങനെ റെസ്റ്റ് ഇല്ലാതെ കഴിച്ചപ്പോ. ആ ഉണ്ട് പരിപ്പ് വെന്തുണ്ടോ നോട്ടെ, വറവായിട്ടോ. അതാണ് ഇപ്പൊ ചൂടാക്കണ്ടേ. എണ്ണ ഒഴിക്കുക, ഇഞ്ചി വെളുത്തുള്ളും മൂത്തോരോട് പൊടി ഒറ്റടിക്ക് ഇട്ട് കരിയാൻ പാടില്ല, ഓഫ് ചെയ്യണം. അത് പൊടി എണ്ണ ചെറിയ തീരെ വെച്ചാൽ ഡബിങ് ആണ് പോവാ അല്ലേ, കാട്ടിണ്ടേ. നമ്മൾ ജസ്റ്റ് ദമ്മ് പൊട്ടിച്ചിട്ട് കുറച്ച് റൈസ് ഇങ്ങനെ മാറ്റി വയ്ക്കട്ടെ. വേറെ ഒന്നുമില്ല, കുണുക്കിക്കൊക്കെ ഉള്ളത് വേറെ ഒന്നുമില്ല. അത് റൈസ് കുറച്ച് എരിവില്ലാത്ത മാറ്റിക്കുന്നത് കുണുക്കിക്ക്. പിന്നെ ആ ചിക്കനെ കൂട്ടിയിട്ട് ഇപ്പോൾ അതിൽ യോജിപ്പിക്കാതെ വെച്ചു. അതിൽ കുറച്ച് ചിക്കൻ്റെ ചാറ് വന്നിട്ട്
നിങ്ങൾക്ക് അപ്പം അധികം കുഴപ്പമില്ല, എന്നാലും കുടിക്കുമ്പോൾക്ക് ചിക്കനൊന്നും ഇരിക്കും ഇഷ്ടം റൈസ് കഴിക്കും. ഇത് ഞാൻ പകർത്തിയിട്ട് ഇതപ്പുറത്തേക്ക്. അപ്പോൾ അങ്ങനെ ഏകദേശം ഞങ്ങളുടെ പണികളൊക്കെ കഴിഞ്ഞിട്ട് സമയം 2-2:30 ആയിട്ടുണ്ട്. അത് നമ്മളെ പണി നേരത്തെ കഴിയേണ്ടതായിരുന്നില്ല കേട്ടാ. 11 മണിക്ക് കഴിയേണ്ടതായിരുന്നു. ഇനി എന്ത് ചെയ്യണ്? ഇതിലിട്ടേക്ക്, അല്ലെങ്കിൽ അവര് കഴുകാളത്ത് ഇതിന്റെ ഉള്ളിലിട്ടു. പിന്നെ അത് ബക്കറ്റ് തിരുമ്പി കഴിഞ്ഞല്ലേ. ഞങ്ങക്ക് ബീഫ് ഇന്നലെ ആരെ വേണ്ടാന്ന് അതൊക്കെ കണ്ടപ്പോ വേണ്ട തോന്നിയതാ. എന്നാലും ബീഫ് വേണ്ടാന്ന്. ഇന്ന് എന്നിട്ട് എന്നോട് പറയാം ബീഫ് വാങ്ങായിരുന്നു. പിന്നെ 2 കഷ്ണം കഴിക്കുള്ളത്. ഞങ്ങൾ ആകെ 1/2 കിലോ ബീഫ് എടുത്തിട്ട് വെച്ചേക്കണത് തന്നെ. ആകെ 1/2 കിലോ, ഒരു 1.5 കിലോ എടുത്ത് ബാക്കി ഫ്രിഡ്ജിൽ 1/2 കിലോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അത്ര വേണ്ടു. എന്നാലും ക്രിസ്മസ് ആയിട്ടൊരു ബീഫ് കഴിക്കാൻ തോന്നിയില്ലേ. അപ്പോൾ ഇരട്ടിപ്പണി എന്ന് വെച്ചാൽ മതി. ചിക്കനും 2 അതാണ് ഞങ്ങൾ ചിക്കൻ മേടിച്ചു വറക്കലൊക്കെ കഴിഞ്ഞു. ബിരിയാണി ഉണ്ടാക്കാൻ നിൽക്കുന്ന നേരത്ത് കുണിക്ക് ഇന്ന് രാവിലെ ചിക്കൻ വറുത്ത് മതി. അപ്പോൾ ഒരു 3-4 പീസ് എടുത്തപ്പോൾ ചിക്കൻ കുറയുന്നു എനിക്ക് തോന്നി. ബിരിയാണി കേട്ടല്ലേ ഒരു 10-12 കഷ്ണം ഉണ്ടാവുള്ളൂ ഒരു കോഴിയിൽ നിന്ന്. വീണ്ടും ചിക്കൻ വിളിച്ച് പറഞ്ഞു, ചിക്കൻ വന്നു. വീണ്ടും മസാലയൊക്കെ പറ്റി വറുത്ത് എടുത്തെടുപ്പിക്ക് നേരം വഴുകി. അതൊക്കെ കഴിഞ്ഞ് ബീഫ് ഉണ്ടാക്കി. പിന്നെ ഈ അടുക്കള കുഞ്ഞടക്കള നമുക്ക് ഈ ഉള്ള സ്ഥലത്ത് വെച്ചിട്ട് വേണ്ട എല്ലാതും ചെയ്യണമെങ്കിൽ. എന്നാലും ഇതേയുള്ള പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. എല്ലാതും ആയിരിക്കുക. ചിക്കൻ്റെ കുറച്ച് വെച്ചിട്ടുണ്ട്. പാത്രമൊക്കെ മൂടി ഇവിടെയൊക്കെ നല്ല ക്ലീനാക്കി എല്ലാം പണി കഴിഞ്ഞിട്ട് കുഞ്ഞിൻ്റെ അടിച്ചതോടെയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനുള്ള ഇല കഴുകി ആദ്യം തുടച്ചു. അതിനായിട്ട് നനഞ്ഞ തുണോട് പിന്നെ കഴുകി. എന്നിട്ട് വെള്ളം വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കുളിക്കണ്ട കേട്ടോ. ഇനി എന്താണെന്ന് പറയുക, എനിക്ക് എൻ്റെ 2 പിള്ളേരെ കുളിപ്പിക്കണം, എനിക്ക് കുളിക്കണം, അനിയനെ കുളിക്കണം. അനിയനെ ഷേവ് ചെയ്ത് കൊടുക്കണം. വേണ്ട കേട്ടോ, ഷേവ് വായോ എന്നിട്ട് വേഗം കുളിക്കുക. ഇന്ന് എന്താ വെച്ചാൽ കുണുക്കനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകണം. എവിടേക്ക് തൃശ്ശൂർക്ക് എങ്ങനെയെങ്കിലും ഒന്ന്. വെക്കേഷനല്ലേ അപ്പോൾ കുണുക്കിനോട് തൃശ്ശൂർ പോകണം കറങ്ങാൻ. കൊണ്ടുപോകാനേ നോക്കട്ടെ. ഫോണൊക്കെ അജ്ജൂറ്റാടെ വയ്ക്ക്. എന്നിട്ട് അമ്മേടെ അടുത്തേക്ക് വായോ. എന്നാ കറങ്ങാൻ വേണ്ട നമുക്ക്. ഒരു ഉമ്മയൊക്കെ തന്നെ അമ്മയ്ക്ക് കറങ്ങാൻ കൊണ്ടുപോണേനെ. ഒരു ഉമ്മയൊക്കെ വന്നാലാ എങ്ങനെ ഉമ്മ വരിക? അമ്മ കൊച്ചേരി കിടാ കെട്ടിപ്പിച്ചിട്ട് അമ്മയുടെ ആക്കിയുള്ള ഒരു ആൺകുട്ടി ചെക്കനല്ല അമ്മ ഇത്. എന്തപ്പത് സുന്ദരൻ്റെ ഒരു ബിരിയാണി തീറ്റൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്നു കേട്ടാ. ഇനി എല്ലാവരും കൂടെ ഒപ്പം ഇരിക്കണം. എന്നാ ഒരു വിശന്നിട്ട് വയ്യ. ഇത് അടുത്ത ആളൊരാൾ അമ്മയുടെ മുന്നിക്ക്. അമ്മച്ച് വയ്യ കൊണിക്കേ വയ്യാത്തോടത്ത് ഉമ്മ എന്നാ എന്ത് ചെയ്യ വാവുമാറ വയറ് വെച്ചിട്ട് വയ്യ അമ്മയ്ക്ക്. അപ്പോൾ വയറ് മുമ്പേക്ക് എന്ത് ചെയ്യാ പണിയുണ്ട് വേറെ. എന്ത് ചെയ്യാ ഹോസ്പിറ്റലിൽ പോയാൽ എന്ത് ചെയ്യാ? കാശില്ല നമ്മുടെ ഹോസ്പിറ്റലിൽ പോയി എന്ത് ചെയ്യാ? കാശില്ല ഹോസ്പിറ്റലിൽ പോവാൻ. കാശില്ല എന്ത് ചെയ്യാ? പോയിട്ടോ കാശ് വന്നിട്ട് പൊക്കോന്നാ. കാശ് എവിടുന്ന് വരിക? സിസ്റ്റർ എങ്ങനെ കാശ് തരിക? സിസ്റ്ററാണോ കാശ് തരിക? അപ്പം ഞാൻ കുളിച്ചിട്ട് വരട്ടേട്ടാ. ഞാൻ ഷേവ് ചെയ്ത് തുടങ്ങി. എൻ്റെ പൊന്നെ എൻ്റെ 2 കുഞ്ഞുമണികളെ കുളിപ്പിച്ച് കൊടുക്കണം. നമുക്ക് ഫുഡ് കഴിച്ചാലാ? കേക്ക് കട്ടിയതാലാ? കാത്തു കുൺകട്ടിയവാ കട്ടിയവാ. ഫുഡ് അടിച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് പോകണം. നിങ്ങൾ ഉറക്കം കഴിഞ്ഞില്ലേ? ഇവർ 2 കൂട്ടർ സുഖം 3 ആളും കിടന്ന് സുഖമായിട്ട് ഉറങ്ങി. ഇവർക്ക് ക്ഷീണം കാര്യങ്ങളൊന്നും ഇല്ല. ഒരു 3 ആൾ സുഖമായിട്ട് ഉറങ്ങി. അത് ചൂട് പിടിക്കേണ്ടി വരും. കേക്ക് മുറിക്കും. ഉണ്ണീനോട് പോയി മുറിക്കുക. എന്നിട്ടാണ് ആ കേക്കിൻ്റെ ബോക്സ് മാറ്റിയാൽ നമുക്ക് അതിലിടാൻ പറ്റുള്ളൂ. പുറത്തേക്ക് വെക്കണില്ല. പുറത്തേക്ക് വെക്കാതെ കേക്കിട്ട് ചട്ട നീ പോയി പിടിച്ചേക്ക്. കേക്ക് ചട്ടന്ന് പുറത്തേക്ക് കാരമൽ മൊത്തം വരയ്ക്കുന്നുണ്ട്.
കണ്ട പൊട്ടും കൊത്തില്ല ഒന്നും കൊത്തില്ല. നീ എന്തിന്റെ കുട്ടിക്ക് പൊട്ട് കുത്തി ക്രീമൊന്നും മറ്റുള്ള കഴിച്ച തന്ന ഇവിടെ കത്തി ഒരു കത്തി തന്നു. ശരി പോണ അവിടുന്ന് അന്ന് കൈ അടിച്ചേ. ഹാപ്പി ബർത്ത്ഡേ കുണുക്കി, ഹാപ്പി ബർത്ത്ഡേ കുണിക്കിന് പിറന്നാളാന്ന് പറഞ്ഞ്. ആ കുണിക്ക് സന്തോഷം. നമ്മക്ക് കുട്ടികളുടെ സന്തോഷമാണ് വലുത്. എങ്ങനെയുണ്ട് കേക്ക് എങ്ങനെയുണ്ട് കുണിക്കിയ? സൂപ്പർ. ആ മാംഗോ ബേക്കറിയൊക്കെ ഒരു പരസ്യം. മാംഗോ ബേക്കറിയിലെ കേക്കിന് സ്വന്തം മധുരം ഉണ്ട് അല്ലേ ഭയങ്കരമായിട്ട്. മുറുക്കി കട്ടി വായിൽ വെച്ച് കൊടുക്കാം അവർക്കൊക്കെ. ഇത് പള്ളിയിൽ കേക്ക് കട്ടിയപ്പോ നല്ല ശീലം ഉണ്ടാവുന്നു. ഞാനിത് കൂടെ നോക്കിയതാ. ആ നിർത്താ വീഡിയോ. ഞാൻ അവിടെ എവിടെ ഇത്ര നേരം പണിയൊക്കെ ചെയ്ത് കൊടുക്കൂ. എന്തോ കഴിച്ച് എടുക്ക ഫോണ് തരൂ. ആ ഇതിൽ ഷോർട്സ് എടുത്താ പോരാ. ആ ഇനി ഒരാള് അവിടെ അടഞ്ഞിട്ട് തിന്നില്ല. കൈ എങ്ങനെയോ കൊണ്ട് മുറിച്ചിട്ടുണ്ട്. ഞങ്ങളൊന്നല്ല അതിന്റെ പ്രശ്നം. താഴെ മുറുക്ക്. ഇതിന്റെ പേരക്കുട്ടി ഉണ്ട് അടുത്തല്ല. നല്ല കേക്കാണല്ലോ. നമ്മള് വൈകിട്ട് ശരി കഴിക്കാത്തവരാ. നല്ല കേക്കാ. ഒന്നുകൂടി തണുത്തെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. നല്ല കേക്കാം. ഞാൻ കഴിച്ചു തണുത്തേക്ക് ടേസ്റ്റ് ഉണ്ടാവും. ഫോൺ അടിക്കുന്നുണ്ട് നിങ്ങളല്ലേ. കുണുക്ക ഫുഡ് കഴിച്ചിട്ടാട്ടോ ഉറങ്ങണത്. കഴിഞ്ഞിട്ടാണ് ഉറങ്ങുന്നത്. അതാണ് അവൻ കേക്കൊന്നും കഴിക്കാൻ. ഞാൻ ഉറക്കം വന്നിട്ടാണ് കേട്ടോ. നമുക്ക് ഫുഡ് കഴിക്കാമല്ലോ അമ്മ. ബിരിയാണി കഴിക്കണ്ട? അവള് കഴിച്ചിട്ടില്ല. അവൾക്ക് അപ്പ വേണ്ട പറഞ്ഞു. കാത്തുമോളെ ഫുഡ് ചമ്മന്തിയാണ്. ചമ്മന്തിയൊക്കെ ഇത് കുറച്ചിട്ടുണ്ടാക്കി. ഒരുപാട് ചമ്മന്തി അത് അപ്പ എന്താ കരയുണ്ടായിരുന്നത് അറിയോ? എന്നോട് തല്ലിനായിട്ട് എന്നെ മുടി പിടിച്ച് വലിച്ചു. അപ്പൊ ആ മുറിഞ്ഞോട് എന്റെ മുടി പറഞ്ഞപ്പോ ബീഫ് നല്ല ബീഫായിട്ടല്ല എന്നിട്ട് വെച്ചതാണ്. ബീഫ് അത്ര നല്ല ബീഫ് എനിക്ക് തോന്നിയിട്ടായിരുന്നില്ല. വെച്ചപ്പോ പറ്റിയ സാധനം തരും.
സൈനക്ക് വേണ്ട ജീവൻ. ചോറുണ്ട്. പക്ഷേ മധുരം അറിയില്ല കേക്ക് കഴിച്ചിട്ട്. അതൊക്കെ അറിയാം. ഇപ്പോൾ ബിരിയാണി കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് മുകളിൽ കഴിച്ചാൽ മതി. പപ്പടം കുളിക്കിക്ക് എനിക്ക് വേണ്ട എങ്ങനെ പപ്പടം? ചോറ് വേണ്ട. പൊന്നനെ വെച്ചോ? ഒന്നിനും പൊന്ന വെച്ച് പപ്പടം ചെയ്യും. മേടിച്ചത് അപ്പുറത്ത് വെച്ചോ ഷെബി? കഴിച്ച് കുളിക്കിക്ക് ചോറാ ബിരിയാണിയാ? പച്ചൻ്റെ ബിരിയാണി വിശക്കുണ്ട്, നല്ല വിശപ്പുണ്ട്. എന്താ പയ്യ ഏതാണ് കഴിച്ചിട്ടുണ്ടല്ലേ കുഞ്ഞിനെ ഇതിനകത്ത് റൈസ് ഉണ്ടായിട്ടില്ല കുറച്ച് കുറച്ച് എന്താ കാര്യം? റൈസ്